എന്തായാലും ഹരി നിർണായകമായ നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു അല്ലേ? ഹരി കേൾക്കാമെങ്കിൽ ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ശ്രുതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് ആദ്യ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അതായത് എങ്ങനെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേ രീതി തന്നെ മുരാരി ബാബുവിന്റെ കാര്യത്തിലും തുടരും. ഇന്നലെ രാത്രി 10 മണിക്ക് കസ്റ്റഡിയിലെടുത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ പകൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും കൂടിയുണ്ട്. വൈകുന്നേരത്തോടു കൂടി മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള അറസ്റ്റ് ആയിരിക്കും നമ്മൾ കാണുക. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. മുരാരി ബാബുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പകലും പിന്നീട് കസ്റ്റഡി ലഭിച്ച ശേഷവും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. മുരാരി ബാബുവിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാരണം പോറ്റിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മുരാരി ബാബുവിൽ നിന്ന് ലഭിക്കേണ്ടത് ഈ ഗൂഢാലോചന സംഘത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിന് പിന്നിൽ കേരളത്തിലുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്ന ഉന്നതരുടെ പേരുകൾ ആരുടെയെങ്കിലും പേരുകൾ മുരാരി ബാബുവും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ മുരാരി ബാബുവിന് അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. കൂടാതെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് പോകാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള മൊഴികൾ മുരാരി ബാബുവിന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലാകുന്നത് ഈ കേസിൽ എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമാണ്. അത് രണ്ടാം പ്രതിയായ മുരാരി ബാബുവാണ്. അപ്പോൾ തന്നെ സ്വാഭാവികമായി മറ്റുദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും പോകാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. മാത്രമല്ല ഈ സ്വർണം എവിടെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പറയാൻ മുരാരിക്ക് കഴിയുമോ എന്നുള്ളത് കൂടി അന്വേഷണ സംഘം നോക്കുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ മൊഴിയിൽ സ്വർണം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. അത് വീതം വെച്ച് നൽകുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തു എന്നതടക്കമുള്ള വിവിധ മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നൽകിയിട്ടുള്ളത്. പക്ഷെ മുരാരി ബാബുവിനെ സംബന്ധിച്ച് മുരാരി ബാബുവിന് ഈ ഗൂഢാലോചന സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഈ ഗൂഢാലോചനയിലൊക്കെ തന്നെ പങ്കാളിയായിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരിക്ക് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകും. തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ ഈ കേസിന് കോടതിയിൽ നിൽക്കുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ കോടതിയിൽ നിൽക്കാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊണ്ടി മുതൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ അത് അതിജീവിക്കുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ തൊണ്ടി മുതൽ വീണ്ടെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി അത്തരത്തിലുള്ള ചോദ്യങ്ങളും മുരാരി ബാബുവിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒക്കെ തന്നെ സഹായകമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പകൽ ഏറെ നേരം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുക എന്നുകൂടി മനസ്സിലാകുന്നു. മാത്രമല്ല മുരാരി ബാബുവിന്റെ അറസ്റ്റ് അതോടുകൂടി എല്ലാം അവസാനിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം ഹൈക്കോടതി കൃത്യമായി അതിന്റെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൽ നിന്ന് മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവരിൽ നിന്ന് ദേവസ്വം ഭരണസമിതിക്കെതിരായ തെളിവുകൾ കിട്ടിയാൽ അവർ അത്തരത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് രണ്ടാം പ്രതിയിൽ തന്നെ കൃത്യമായി ഒന്നാം പ്രതിയിൽ നിന്ന് രണ്ടാം പ്രതിയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലാവേണ്ടത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിൽ മൂന്നാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ ഉണ്ട്, മുൻ തിരുവാഭരണ കമ്മീഷണറുണ്ട്, ദേവസ്വം കമ്മീഷണറുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തുള്ളത്. അതും ഒരേ പദവിയിലിരുന്ന ഓരോരോ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഒരേ പദവിയിലിരുന്ന 2 ഉദ്യോഗസ്ഥർ വീതമാണ് ഇത്തരത്തിൽ പട്ടികയിലുള്ളത്. ആകെ 13 മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ 2 എഫ്ഐആറുകളുമായി പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ കൂടി വരിക. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു പട്ടികയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതോടൊപ്പമാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഗൂഢാലോചനയിൽപ്പെട്ട 15ഓളം ആളുകളുടെ പേരുകൾ ഇവരിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അറസ്റ്റുകൾ, ഇനി കസ്റ്റഡികളൊക്കെ തന്നെ വേഗത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അത് മുരാരി ബാബുവിൽ അവസാനിക്കില്ല എന്നുള്ളത് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ ഇന്നലെ പകൽ പറഞ്ഞിരുന്നു ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് അല്ലെങ്കിൽ തീരുമാനമാണ് SIT എടുത്തിരിക്കുന്നതെന്ന്. അതിന് തൊട്ടു പിന്നാലെ രാത്രിയോടുകൂടി 10 മണിയോടുകൂടി തന്നെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്.
അതായത് അതിവേഗത്തിൽ തന്നെ ഹൈക്കോടതി നിർദ്ദേശം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ തീരുമാനമെടുക്കുന്നു. അതിന്റെ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ വിശദമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ. അതെ, ഹരി, കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ വിവരങ്ങൾ ലഭിച്ചിരുന്നു. മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആ ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ നീളും, അവരാര് എന്നതിൽ കൂടുതൽ വ്യക്തത ലഭിക്കും. അങ്ങനെ നിർണായകമായ വിവരങ്ങളായിരിക്കുമല്ലോ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ SIT സംഘത്തിന് ലഭിക്കുക. തീർച്ചയായിട്ടും ശ്രുതി, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിന് ഏറ്റവും നിർണായകമായ വിവരം ലഭിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഗൂഢാലോചന നടത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മുരാരി ബാബുവിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി എന്നുകൂടി SIT മുരാരി ബാബുവിനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഗൂഢാലോചന നടത്തിയത് കൂടാതെ ഒപ്പം തന്നെ ഈ രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ വ്യക്തി കൂടിയാണ് മുരാരി ബാബു. അത് മാത്രമല്ല മറ്റുദ്യോഗസ്ഥർക്ക് അന്നുണ്ടായിരുന്ന സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ചെമ്പുപാളികൾ എന്ന് മഹസറിലടക്കം രേഖപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയത് മുരാരി ബാബു ആണ് എന്നുള്ളതാണ് SITയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിൽ നിർദ്ദേശം കൊടുക്കാനും ഇത്തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാകാനും മുരാരി ബാബുവിന് കഴിഞ്ഞെങ്കിൽ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. മുരാരി ബാബുവിന് കൃത്യമായ പങ്ക് അതിനകത്തുണ്ട്. ഇത് ഈ കേസിലെ വലിയ ഒരു സ്രാവ് എന്ന് പറയുന്നത് മുരാരി ബാബു ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനിടയ്ക്ക് സമാന്തരമായി തന്നെ SITയുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ടീം ഈ മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷിച്ചു.